This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. തിരുമേനിക്കടുത്ത ചെമ്മഞ്ചേരി മലമുകളിലെ കൃഷിയിടങ്ങളിൽ ഉണ്ടായ വൻ അഗ്നിബാധയിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ബിജു കരുവാട്ട്, ജസ്പിൻ ജോസ്, സ്കറിയ പള്ളിയോടിൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലെ 600ഓളം റബ്ബർ മരങ്ങൾ, 100ഓളം കായ്ക്കുന്ന തെങ്ങുകൾ, 100ഓളം കശുമാവുകൾ എന്നിവ പൂർണ്ണമായും കത്തിയമർന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൃഷിയിടങ്ങളിൽ തീ പടർന്നത്. കഠിനമായ ചൂടിൽ തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. മരങ്ങളുടെ പുറമെ വേരുകൾ ഉൾപ്പെടെ കത്തിയ നിലയിലാണ്. കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വേരുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വരും ദിവസങ്ങളിൽ മാത്രമേ നാശനഷ്ടത്തിന്റെ യഥാർത്ഥ തോത് വ്യക്തമാകൂ എന്ന് അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് സമാനമായ രീതിയിൽ കൃഷിയിടങ്ങളിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളിൽ നട്ടം തിരിയുകയാണ് മലയോരത്തെ കർഷകർ. ഇന്നലെ ഉച്ചയായി ഞാൻ വരുമ്പോ ഈ തെങ്ങിന്റെ ചോടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഞാനത് വെള്ളമുണ്ടോ, ഇവിടെ വെള്ളമില്ല. ഞാൻ എന്നിട്ട് പിന്നെ വാക്കത്തി കൊണ്ട് അതിന്റെ ചൂട് മുഴുവൻ വെട്ടി വകഞ്ഞ് വേരെല്ലാം പരമാവധി കൊത്തി മാറ്റിയിട്ടാണ് ഇത്രയൊക്കെ ഇപ്പൊ നിന്നത്. അല്ലെങ്കിൽ ഇത് ആ തെങ്ങ് തീർന്നു പോവുകയുള്ളായിരുന്നു. ഏകദേശം എത്ര തെങ്ങ് പോയിട്ടുണ്ട്? 30 തെങ്ങോളം പോയി അല്ലേ? 30 തെങ്ങുള്ള ഭാഗം മൊത്തം ഏകദേശം കത്തി. നല്ല തേങ്ങ പിടിക്കുന്ന തെങ്ങായിരുന്നു. എനിക്കൊരു 30 തേങ്ങ ഇവിടുന്ന് ഒരു 10-700 തേങ്ങ ഒരു രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഉച്ച കഴിഞ്ഞാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ചെറുപുഴ ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. തിരിച്ച് ഒരു വൈകുന്നേരം 5 മണിയോടെ ഇവിടെ എത്തിയപ്പോഴാണ് വഴിയെ പോയ ഒരാൾ പറഞ്ഞത് അപ്പുറത്തെ മലയ്ക്ക് തീ പടർന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നോക്കാൻ വേണ്ടി കയറി വന്നതാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് എൻ്റെ പറമ്പിലെ തീ ഏകദേശം കത്തി തീർന്നു. ഏകദേശം 200 റബ്ബറുള്ളതിൽ ഒരു മുക്കാൽ തന്നെ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇത് തീ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങളത് എങ്ങനെയാണ്? ഞാൻ വീട്ടിലായിരുന്നു. ആള് വിളിച്ചിട്ട് പറഞ്ഞു. അതെ അല്ലേ? അത് ഇതിന്റെ അടിഭാഗം ഇപ്പൊ ടാപ്പ് ചെയ്യുന്ന നല്ല മരങ്ങളാണല്ലോ. അടിഭാഗം തീ പിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങോട്ടങ്ങോട്ട് കുറെ നല്ലോണം പൊള്ളിയിട്ടുണ്ട്. അതെ. ഇതിനിപ്പം പിന്നെ ഇനി ക്രമേണ വേരിന് വന്നു കഴിഞ്ഞാൽ ക്രമേണ അത് ഉണങ്ങിപ്പോകും. അതാണ് പ്രശ്നം. തിരുവനിക്കടുത്ത് ചെമ്മഞ്ചേരിയിൽ ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ വമ്പിച്ച കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം റബ്ബർ, തെങ്ങ് അതുപോലെ തന്നെ ഉള്ള വിളകളുടെ ചുവട് ഭാഗം കംപ്ലീറ്റ് വേര് കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. അതിനി ക്രമേണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇനി ക്രമേണയാണ് നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏകദേശം കണക്കെടുത്ത സമയത്ത് ഒരു 600ഓളം റബ്ബർ മരങ്ങൾ, അതുപോലെ തന്നെ ഒരു 100-നടുത്ത് തെങ്ങുകളും നല്ല വിളവ് തരുന്ന മരങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത്. പിന്നെ ബിജു, അതുപോലെ തന്നെ ജോസ്, സ്കറിയ എന്നീ 3 കർഷകരുടെ കൃഷിസ്ഥലങ്ങളാണ്. ഏകദേശം 5-8 ഏക്കർ വരുന്ന കൃഷിസ്ഥലങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് സമാനമായൊരു തീപിടുത്തം കഴിഞ്ഞ വർഷം കൂടി ഉണ്ടായിരുന്നു. സുനീഷ് ജോർജ് എന്ന് പറയുന്ന കർഷകൻ്റെ കൃഷിയിടത്തിൽ, ഇതിന് തൊട്ടടുത്ത കൃഷിയിടത്തിൽ തെങ്ങുകൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തീപിടിച്ച് നശിച്ചിരുന്നു എന്നുള്ളതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ തീ പടരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഇത് പ്രകൃതിക്ഷോഭത്തിൽ വൈൽഡ് ഫയറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആനുകൂല്യം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവരോട് അതിൻ്റെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാക്കി അതിൻ്റെ FIR മറ്റു കാര്യങ്ങളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140. മൊബൈൽ 6238 064141.